ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹൈദരാബാദി സ്റ്റൈലിലുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ജീരകം, ഏലയ്ക്ക, കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ നീരും ഒരു സ്പൂൺ നെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ. ഞാൻ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇനി ഈ റൈസ് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് മൂടി വയ്ക്കാൻ. ഇനി നമുക്കിത് മൂടി വെച്ച് റൈസ് വേവിച്ചെടുക്കാം. റൈസ് വേവുന്ന സമയത്ത് നമുക്ക് കാഷ്യൂനട്ട്, കിസ്മിസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ വലിയ 2 സവാളയാണ് എടുത്തേക്കുന്നത്. ഈ സവാള പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. സവാള ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ബീഫിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇനി ഒരു നാരങ്ങയുടെ നീര്, 4 ടേബിൾ സ്പൂൺ തൈര്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയിൽ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് കീറിയത് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ബീഫിൽ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നമുക്കിത് മാറ്റാം. എന്നിട്ട് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി. ഇതിനെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ റൈസ് നോക്കിക്കോണം, അത് വെന്ത് പോകരുത്. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതിൽ ബീഫിൽ നിന്നിറങ്ങിയ വെള്ളമാണുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. പാനിൽ ഒരു ലെയർ നമ്മൾ ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു ലെയർ ഫുള്ള് റൈസ് നിരത്തി കഴിയുമ്പോൾ നമുക്ക് അതിന് മുകളിൽ ബാക്കിയുള്ള ബീഫ് കൂടി അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ആ ലെയറിൽ ബീഫ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ലെയർ റൈസും കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. റൈസിന് ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്.
ഇനി അതിന് മുകളിൽ നമുക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ, കിസ്മിസ് എന്നിവ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഒരു 10-15 മിനിറ്റ് വരെ നമുക്കിങ്ങനെ മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹൈദരാബാദി സ്റ്റൈലിലാണ് നമ്മൾ ഈ ബിരിയാണി ഇന്ന് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലി ബിരിയാണിയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലും ചേർത്തിട്ടുള്ളൂ. ബീഫിൻ്റെ ഗ്രേവി റൈസിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഹൈദരാബാദി സ്റ്റൈലിലുള്ള ഈ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.